ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പൃഥ്വിരാജിന് നോ പറയാനുള്ള ഒരു മടിയും പവർ ഗ്രൂപ്പിന്റെ നേതാവ് തന്നെ വേണമെങ്കിൽ ഇപ്പൊ പൃഥ്വിയെ പറയാം. കാരണം പൃഥ്വിക്ക് നല്ല പവറുണ്ട്. തിലകൻ വളരെ മോശമായി സംസാരിച്ചപ്പോൾ മമ്മൂട്ടി കരഞ്ഞു. പിന്നെ എവനാണ് സ്ഥലകാല ബോധം ഇല്ലാതെ നടക്കുന്ന ഈ ചെറുക്കനാണ്. ഒരാളിന് പോലും ഫെഫ്ക കൊണ്ടു നടക്കാൻ കഴിയില്ല. ഒരു ഉണ്ണികൃഷ്ണനെ നടക്കും. ആഷിഖ് അബു മലയാള സിനിമയിലെ ഒരു പുല്ലോൻ. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ രാവിലെ എഴിച്ച് കുളിച്ച് ചന്ദന കുറിയിട്ട് ബലാത്സംഗത്തിന് ഇറങ്ങാൻ പോകുന്ന ആണുങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലവും എല്ലാ പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളും മാത്രമുള്ള മേഖലയായി മാറി. ഇവിടെ കഥകളുടെ കൂമ്പാരമുണ്ട് എൻ്റെ പൊന്നു സാബു. എൻ്റെ കയ്യിൽ എന്തെല്ലാം പോക്കൃതനം കാണിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം തെളിവ് സഹിതം എൻ്റെ ഉണ്ട്. നഗ്ന ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത ആളാണ് WCCയുടെ നേതാവ്. രേവതി എന്ന് പറഞ്ഞ നടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കഴിയുമ്പോൾ അദ്ദേഹം വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ കേരളം വിട്ടുപോക്കളയും ചിലപ്പോൾ. പക്ഷെ നമ്മളെവിടെ പോകും? ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ അധിക്ഷേപിച്ച ഒരു പഴയ സംവിധായകൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് പിണറായി സഖാവേ, നിങ്ങൾ 10 ജന്മം വിചാരിച്ചാൽ ദിനേശിനെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ദിനേശൻ ചില പ്രിൻസിപ്പിളിൽ ജീവിക്കുന്ന ആളാണ്. നിങ്ങൾ ഇനി 100 കേസെടുത്താലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഈ കേസെല്ലാം പൊളിയും. കാരണം ദിനേശിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല. ജെസി സാറിന്റെ കൂടെ ഏറ്റവും അരുമശിഷ്യനായ അച്ഛനെ പോലെ, അതെ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ജീവിതത്തിൽ തന്നെ വളരെയധികം ആഗ്രഹിക്കുക അദ്ദേഹത്തെ പോലുള്ള ഒരു സംവിധായകനോടൊപ്പം വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പുറപ്പാട് പോലുള്ള സിനിമ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എത്രയോ ആർട്ടിസ്റ്റുകളെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട്, അതും ഒരു ട്രാവൽ സിനിമ. ഇപ്പോഴത്തെ ഉരുൾപൊട്ടലുമായിട്ട് ഭയങ്കര ബന്ധമുള്ള അവിടെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് കളക്ടർ അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതാണ് കഥ. അപ്പോൾ ഇതില് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഈ സിനിമയിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നടികൾക്കോ നടന്മാർക്കോ ബുദ്ധിമുട്ടോ ഉള്ളോ അന്ന് വർക്ക് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് എന്തെങ്കിലും ഓർമ്മ? അതിന്റെ ഒരു പ്രശ്നം എന്താ പറയാ, നമ്മൾ 45 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തു. 20 കാളവണ്ടി, 40 കാള, പിന്നെ ഫയർ എഞ്ചിൻ, മഴയ്ക്കുള്ള ഫയർ എഞ്ചിൻ, പ്രൊപ്പലർ, കുന്തം, ചക്രം എല്ലാം. ഈ 20 കാളവണ്ടികളിൽ മുഴുവൻ ഉരുൾപൊട്ടിയ ശേഷമുള്ള വീടുകളിലെ വീട്ടു സാമാനങ്ങൾ മുഴുവൻ കയറ്റി വെച്ചിരിക്കുകയാണ് കാളവണ്ടികളിൽ. ആ വീടുകളിൽ താമസിച്ചിരുന്ന ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരുടെ ജേണിയാണ്, യാത്രയാണ്. ഒരു 3 വയസ്സുള്ള കുട്ടി മുതൽ 90 വയസ്സുള്ള, അതിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ തെക്കുറിശ് മാമനായിരുന്നു. അത്രയും പേര് ഉള്ള ഒരു ജേണിയാണല്ലോ ഈ പടം. അപ്പോൾ എനിക്ക് അതിൽ അമ്മയുടെ പ്രായമുള്ളവരുണ്ട്, അമ്മൂമ്മയുടെ പ്രായമുള്ളവരുണ്ട്, സഹോദരിയുടെ പ്രായമുള്ളവരുണ്ട്, മകളുടെ പ്രായമുള്ളവരുണ്ട്, മോളുടെ പ്രായമുള്ളവരുണ്ട്. നമ്മൾ അവരെ എല്ലാം അതാത് ആ പ്രായത്തിനനുസരിച്ചുള്ള ബഹുമാനത്തിലേ കണ്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ തലവൻ എന്ന് പറയുന്നത് ജെസി എന്ന് പറഞ്ഞ വലിയ മനുഷ്യനാണ്. ആ സിനിമയിൽ അഭിനയിക്കുന്ന പാർവതി ആയാലും സിത്താര, ഈ പാർവതിയല്ല പഴയ പാർവതി, സിത്താരയായാലും അവരോടൊക്കെ അവരെ മോളെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ജെസി സാറിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ കാളവണ്ടിയിൽ പിടിച്ച് നടക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് 125 രൂപയാണെന്ന്. ആ 125 രൂപ വാങ്ങിച്ച പെൺകുട്ടിയെയും സാറ് മോളേനെ വിളിക്കും. ആ മനുഷ്യൻ്റെ പഠനക്കളരിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കണം ഞാനും അങ്ങനെ എല്ലാവരെയും കണ്ടിട്ടുള്ളൂ. ഒരുപാട് പ്രേമമൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്, ആ പടത്തിൻ്റെ ലൊക്കേഷനിൽ. കാരണം നാളെ കൊണ്ട് ഷൂട്ടിങ് തീരുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മരണം വീടുപോലെയായിരുന്നു കരച്ചില്ല. ആണുങ്ങൾ പലരും കരയുന്നു, പെണ്ണുങ്ങൾ കരയുന്നു, ആകെ പ്രശ്നം. അന്വേഷിച്ച് വന്നപ്പോഴാണ്. അപ്പം നമ്മൾ ഈ സിനിമയിലെ ബാലമുരുകനായോണ്ടേ നമ്മളിതൊക്കെ അന്വേഷിക്കും. ഒരു കൗതുകം, ഒരു പത്രക്കാരൻ്റെ മനസ്സുള്ളത് കൊണ്ട് ഇതെന്താണെന്ന് അന്വേഷിക്കുകയാണെന്ന്. ഈ 40 ദിവസത്തിനിടയിൽ പലരും കയറി അങ്ങ് പ്രേമിച്ചു. നാളെ പിരിയാണ്, മനസ്സിലായില്ലേ? പല കല്യാണങ്ങളും വിവാഹങ്ങളും ഒക്കെ. അതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഈ പിരിയുന്ന ദിവസം എല്ലാ പേർക്കും ജെസി സാറിന്റെ കൈ കൊണ്ടാണ് ബിരിയാണി കൊടുത്തത്. എല്ലാവർക്കും, ഈ 800ഓളം പേർക്കും ജെസി സാർ കൈ കൊണ്ടാണ് ബിരിയാണി കൊടുത്തത്. മഞ്ഞളാംകുഴി അലി, ഇപ്പൊ മുസ്ലിം ലീഗിൽ പോയ പഴയ കമ്മ്യൂണിസ്റ്റുകാരനായ അലിയാണ് പ്രൊഡ്യൂസർ, മാക്കലി. ഞാൻ ജീവിതത്തിൽ ഇത്രയും നോട്ടൊന്നിച്ച് കണ്ടിട്ടില്ല. കാരണം 2 രൂപ, 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 100, 50 രൂപ, 50 രൂപ ഉണ്ടോ എന്ന് തോന്നുന്നു, 100 രൂപ നോട്ടുകൾ. അന്ന് 500 ഇല്ലല്ലോ, 100ന്റെ നോട്ടാണ്. ഈ ഒരു ചാക്കിലാണ് കൊണ്ടുവന്ന് മുറി തട്ടിയിട്ട് ഇവർക്കെല്ലാം പൈസ കൊടുക്കുന്നത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റും പരാതി പറഞ്ഞില്ല, പൈസ കിട്ടിയില്ല. പടം ദയനീയമായി പൊളിഞ്ഞു ഓടിയില്ല. കാരണം മമ്മൂട്ടിയുടെ സ്റ്റാർഡമില്ല അതിൽ. ആ കാളവണ്ടിയുടെ യാത്രയിൽ ഏറ്റവും അവസാനം പോകുന്ന ആളാണ് മമ്മൂട്ടി, വിശ്വനാഥൻ. അയാൾ ഏറ്റവും അവസാനത്തെ കാളവണ്ടി പിടിച്ചോണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് അന്നത്തെ കാലത്ത്, ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര സെൻസേഷനായ, അന്നത്തെ കാലത്ത് മമ്മൂട്ടിയുടെ സ്റ്റാർഡം ഇല്ലാത്തതുകൊണ്ട് പടം ഓടിയില്ല. പടം ഓടാതെ പോയി മഞ്ഞളാംകുഴി അലിക്ക് എത്രയോ നഷ്ടം വന്ന ശേഷം 1.5 or 2 മാസം കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്തെ മാക് ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുന്നു. സാറേ, സാറിൻ്റെ ബാക്കി ബാലൻസ് ശമ്പളം വന്നിട്ടുണ്ടോ ഒന്ന് വാങ്ങണമെന്ന്. ഞാൻ ഒരു പൊളിഞ്ഞ പടത്തിന് പ്രതിഫലം തന്ന ഏക പടം പുറപ്പാട്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള, അതുപോലെ അതിലൊരു മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ നിന്നൊരു ഔസേപ്പിച്ച സംഘം കൊടുത്ത മനോഹരമായ ഒരു പാട്ടുണ്ട്. അതിനെ ഞങ്ങൾ മഴപ്പാട്ടെന്നാണ് പറഞ്ഞത്. അതായത് പകൽ മുഴുവൻ ഈ കാളവണ്ടിയുടെ ജേണിയൊക്കെ എടുത്തിട്ട് രാത്രി ഇവരൊരിടത്ത് സെറ്റിലാവും.
ആ സെറ്റിൽ സിത്താര പാടുന്ന കൊച്ചിനെ പാടി ഉറക്കുന്നതാണ് ഈ പാട്ട്. അപ്പോൾ രാജീവ് അഞ്ചലാണ് ആർട്ട് ഡയറക്ടർ, ബിപിൻ ദാസാണ് ക്യാമറാമാൻ. അപ്പോൾ ഇങ്ങനെ സെറ്റെല്ലാം റെഡിയാക്കി, ഒരു തേക്കും കാട്ടിനകത്ത് സെറ്റെല്ലാം റെഡിയാക്കി, ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ഷോട്ട് എടുക്കാൻ സമയമാകുമ്പോൾ മഴ പെയ്യും, വാരി കെട്ടിക്കൊണ്ട് പോകും. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ വേറൊരു സ്ഥലത്ത് സെറ്റ് ഇടും, പാട്ടിൻ്റെ ഒരു വരി എടുക്കും മുമ്പേ മഴ പെയ്യും. അങ്ങനെ ഞങ്ങൾ അവസാനം സെറ്റിൽ എല്ലാവരും ചോദിക്കുന്നത് ഇന്ന് മഴപ്പാട്ട് എടുക്കുന്നുണ്ടോ. ഒരുപാട് ഓർമ്മകളുള്ള പടമാണ് ഈ സിനിമ. ഇനി ഇടയ്ക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു വാക്കുണ്ട്, സിനിമയിലൊരു പവർ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഹേമ കമ്മിറ്റിയിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് നമ്മുടെ നേതാവ് വരെ പറയുന്ന മാധ്യമ സിൻഡിക്കേറ്റ് ഒരാളെ കണ്ടുപിടിച്ചു. ദിലീപാണ് ഈ പവർ ഗ്രൂപ്പിൻ്റെ തലവൻ. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതുകയും ചെയ്തു, പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത്, കുഞ്ചാക്കോ ഭവൻ തുടങ്ങിയ ആൾക്കാരെ ദിലീപിൻ്റെ നേതൃത്വത്തിൽ ഈ പവർ ഗ്രൂപ്പ് ഒതുക്കി. ഇപ്പോൾ കുറെ നാളുകളായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയിരിക്കും അവർ പറയുന്നത്. പക്ഷെ ഞാൻ സാധാരണ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ ഈ ഒതുക്കി എന്ന് പറയുന്ന ആൾ ഒതുങ്ങി വീട്ടിയിരിക്കുകയും ഒതുക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാർ സിനിമയിലെ ലൈവില്, അത് പാർവതി തിരുവോത്തടക്കം. എങ്ങനെയാണ് ഈ പവർ ഗ്രൂപ്പിനെ? ഇന്നലെ മോഹൻലാലിന് പവർ ഗ്രൂപ്പിനെ പറ്റി ഈ അടുത്ത ദിവസം പറഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഞാനിപ്പോൾ ഈ സാബുവിനോട് എനിക്ക് പറയാനുള്ളത്, ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ സത്യം പറഞ്ഞാൽ 2 പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് മതിയായില്ല. എൻ്റെ മകൻ ഇങ്ങനത്തെ സിനിമകൾ അധികം കാണാത്തതാണ്. അവൻ പോലും വന്നിരുന്ന് 2 പ്രാവശ്യം ഞങ്ങൾ കണ്ടു. ഞാൻ എന്നിട്ട് എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞു, ഉർവശിക്കും പാർവതിക്കും അത് വീതിച്ചു കൊടുക്കണമെന്ന് അവാർഡ്. 2 പേരും അങ്ങോട്ട് ഗീവ് ആൻഡ് ടേക്കാണ്, നന്നായിട്ട് ചെയ്ത സിനിമയാണ്. പാർവതിയെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ ഒന്നും ദിലീപ് എന്നല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഒതുക്കാൻ കഴിയില്ല. കാരണം കയ്യിൽ ആരെ പറയും പോലെ മരുന്നുണ്ട്. വർത്തമാനകാല മലയാള സിനിമയിൽ ഒരു പാസ് മാർക്കൊന്നുമല്ല, ഒരു 10-90 മാർക്ക് കൊടുക്കാവുന്ന ആളാണ് പൃഥ്വിരാജ്. ക്യാരക്ടറുള്ളതാണ്. ഒന്നുമില്ലെങ്കിലും ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് മോത്തൂക്കി പറയുന്ന ആളാണ്. അല്ലാതെ ദിലീപിനെ പോലെ 5 വർഷം നടത്തിയില്ല. ദിലീപ് പറയില്ല. ഞാൻ ദിലീപിനോട് എനിക്ക് ചോദിച്ചു, ദിലീപ് പറഞ്ഞത് എനിക്ക് ഒരാളിനോട് നോ പറയാൻ പറ്റില്ല. പൃഥ്വിരാജിന് നോ പറയാനുള്ള ഒരു മടിയുമില്ല. അത് ചിലപ്പോൾ സുകുമാരൻ്റെ ഇന്ന് കിട്ടിയായിരിക്കാം. ഈ പവർ ഗ്രൂപ്പ് വിചാരിച്ചാൽ ഒതുക്കാമെങ്കിലേ, ഇപ്പം ഞാൻ കേൾക്കുന്നു, ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തല്ലോ, എൻ്റെ എതിരാളികളൊക്കെ പറയുന്നത് പൊട്ട സിനിമ എന്നാണ് പറയണത്. ആ സിനിമയിൽ കലാഭവൻ മണിയാണ് വെച്ചിരുന്നത്. മണി എന്നോടൊരു വൃത്തിയോട് കാണിച്ചപ്പോൾ ഞാൻ മണിയെ ഒഴിവാക്കുകയാണ് ചെയ്തത്. മണി എന്നെ അല്ല ഒഴിവാക്കിയത്, ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇനി ഇയാൾ എൻ്റെ പടത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചു. ഞാൻ പകരം ലാലിനെ വെച്ചു. ഈ പവർ ഗ്രൂപ്പ് അന്നുണ്ടെങ്കിൽ, അന്ന് ശക്തമാണെങ്കിൽ, ദിലീപ് വിളിച്ചിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മണിയെ മാറ്റിയിട്ട് നിങ്ങൾ ലാലിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമോ? വീട്ടിൽ പോയി പറടാന്ന് പറയും അല്ലേ? എന്ത് പവർ ഗ്രൂപ്പ് എന്ന്? സിനിമയിൽ വിജയ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നു സാബു. നിങ്ങളുടെ സിനിമ ഓടുമെങ്കിൽ നിങ്ങളാണ് പവർ. ഇപ്പോൾ മോഹൻലാലിൻ്റെ പേരിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഞാൻ അംഗീകരിക്കും. കാരണം എന്താ അറിയോ, അയാൾക്ക് 25 കോടി രൂപ കൊടുത്താൽ ആ പടം ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ കച്ചവടമാവും. അയാളൊരു പവർ ഗ്രൂപ്പിൻ്റെ നേതാവെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഉറപ്പല്ലേ. ഇപ്പം മമ്മൂക്കെ പറഞ്ഞാൽ ഞാൻ പറയും പിന്നെ ഒരു പവർ ഗ്രൂപ്പാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ പൃഥ്വിരാജാണ് പവർ ഗ്രൂപ്പ്. പവർ ഗ്രൂപ്പിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പൊ പൃഥ്വിയെ പറയാം. കാരണം പൃഥ്വിക്ക് നല്ല പവറുണ്ട്. സംവിധായകനുമാണ്. സംവിധായകനാണ്. വലിയ ബ്രഹ്മാണ്ഡ പടങ്ങൾ മോഹൻലാലിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യും. അപ്പൊ വേണമെങ്കിൽ പക്ഷെ എന്താണെന്നുള്ളത് ചിലരെ അങ്ങ് ബ്രാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ സ്ഥാനത്തും അസ്ഥാനത്തും തിലകനെ തള്ളക്കി വിളിച്ചു ദിലീപ് തള്ളക്കൊന്നുമല്ല വിളിച്ചത്. ദിലീപ് സംസാരിച്ചതിനിടയിൽ തിലകൻ വളരെ മോശമായി സംസാരിച്ചപ്പോൾ മമ്മൂട്ടി കരഞ്ഞു അമ്മയുടെ മീറ്റിങ്ങിൽ. മമ്മൂട്ടിയുടെ കണ്ണ് നിറയുന്ന കണ്ടപ്പോൾ ഇയാൾക്ക് സഹിച്ചില്ല. ആക്ക് ദിലീപ്, നിങ്ങൾക്ക് മനസ്സിൽ ഇതില്ലേ, എന്തോ കാരുണ്യമില്ലെന്ന് എന്തോ തിലകനോട് വിരലൂട്ടി സംസാരിച്ചു. അല്ലാതെ അവൻ ആരെയും അടിക്കാൻ പോയെന്നോ ചീത്ത വിളിച്ചെന്നോ ഞാൻ അംഗീകരിക്കില്ല. ആ സെക്കൻഡിൽ അവൻ പറയുന്നത് മമ്മൂട്ടി കരയുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അപ്പോൾ ഇയാൾ തിലകൻ പറഞ്ഞു അത് കള്ളക്കണ്ണീരാണ്. അപ്പോൾ ഇവന് സഹിച്ചില്ല. ഇങ്ങനെ പല കാര്യങ്ങളിലും ദിലീപ് കയറി ഇടപെട്ടിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ സിനിമയിലല്ല ഏത് മേഖലയിലായാലും ഞാൻ ബാലചന്ദ്രമേനൻ്റെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഏണിയായിട്ട് എല്ലാവരും ഉപയോഗിക്കും കയറിപ്പോവാൻ. ബുദ്ധിയുള്ളവനാണെങ്കിൽ ഏണിയെ കയറിയിടുന്നതിനെ തട്ടിയിടണമെന്നാണ് ബാലചന്ദ്രമേനൻ പറയുന്നത്. ബാലചന്ദ്രമേനൻ്റെ കൂടെ ചോദിച്ചാണ് ദിനേശേ എന്തോന്ന് വ്യക്തിബന്ധം ദിനേശേ സിനിമയിൽ. ഞാൻ കേരളമതിക്ക് വേണ്ടി ഓണപ്പതിപ്പിന് ഇൻ്റർവ്യൂ ചെയ്തതാണ്. വ്യക്തിബന്ധം സിനിമയിൽ ഞാൻ എന്നോട് പറഞ്ഞത്, ദിനേശേ ജീവിക്കാൻ നിവൃത്തിയില്ല, 3 പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു സിനിമയിൽ നായിക വേഷം തന്നെ ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും എന്ന് കത്തെഴുതിയ അതേ നടി 4 പടം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കത്തയച്ചു, നിങ്ങളുടെ കഴിഞ്ഞ പടത്തിൽ അഭിനയിച്ചതിൻ്റെ പൈസ ഇത്ര രൂപ തരാനുള്ള തന്നില്ലെങ്കിൽ താങ്കളുടെ പേരിൽ സിവിലും ക്രിമിനലും കേസെടുക്കും
അന്ന് ഈ ഹേമ കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അതിലും കൂടെ തന്നെ. അപ്പൊ അതെ, വിടും. മേനോ എന്താ ചോദിച്ചത്, എവിടെ ദിനേശ വ്യക്തിബന്ധം? കയറി പോകാനുള്ള ഏണി കയറി കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ഏണി കയറണമെന്ന് ബുദ്ധിയുള്ളവനാണെങ്കിൽ അടുത്ത ആൾ കയറാതിരിക്കാൻ വേണ്ടി ഏണി ചവിട്ടി തള്ളിയിട്ടുള്ളത്, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 15 പേരെ ഞാൻ ആലോചിച്ചു. അപ്പൊ എല്ലാത്തിൽ നിന്നും എടുക്കണമല്ലോ. അപ്പൊ പവർ ഗ്രൂപ്പിന്റെ എല്ലാം കൂടെ നോക്കിയപ്പോൾ ഇപ്പൊ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പിൽ വരാവുന്ന ഒരാളാണ് സുരേഷ് കുമാർ. ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യല്ലേ. അയാൾ ആരും മുഖത്ത് നോക്കി ഈ സിനിമ ചിരി ഇരിക്കുന്നവനല്ല. അത് കറക്റ്റ് പവറാണ്. കള്ളനാണെങ്കിൽ കള്ളൻ, നല്ലവനാണെങ്കിൽ നല്ലവൻ മുഖത്ത് നോക്കി പറയും. മനുഷ്യത്വമുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ ആണത്വമുള്ള മനുഷ്യനാണ് അയാൾ. എന്തായാലും ഈ പവർ ഗ്രൂപ്പിൽ വരേണ്ടതാണ്. വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഭാഗ്യവാനും ഒരുപാട് എന്താ പറയാ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ അനുഭവിച്ച ആളാണ് രഞ്ജിത്ത്. അയാളിപ്പോൾ കോടീശ്വരനായി. ഇപ്പോൾ അയാൾ ഭയങ്കര വില കൂടിയായി. ഇപ്പൊ തന്നെ ഏതൊരു പുതിയ കാർ എടുത്തു. ഞാൻ നിങ്ങളുടെ ഓടി എവിടെയെന്ന് വെച്ചാൽ ഓടി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ കാർ എടുത്തു എന്ന് പറഞ്ഞു. അത് അതിനേക്കാളും വിലയുള്ള അയാൾ ചെയ്ത സീരിയലുകളെല്ലാം സക്സസ്, സിനിമയെല്ലാം സക്സസ്, 2 countries ഒക്കെ വാരി കൊടുത്തില്ലേ. അയാളും ഇപ്പോൾ പവർ ഗ്രൂപ്പിലെ ഒരാളായിരിക്കണം. പിന്നെ ആരാ? ആൻഡോ ജോസഫ്, അയാളും പവർ ഗ്രൂപ്പിലെ ആളായിരിക്കണം. ഇപ്പുറത്തെ ഫെഫ്കയിലേക്ക് വന്നാൽ ഉണ്ണികൃഷ്ണൻ എന്തു വന്നാലും പവർ ഗ്രൂപ്പിന്റെ ആളായിരിക്കണം. കാരണം എന്താ പറയുക, അയാള് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനല്ലേ. ടെക്നീഷ്യന്മാരെ മുഴുവൻ കടിഞ്ഞാണ് അയാളെ കയ്യിലല്ലേ. ഇന്നലെ പറഞ്ഞിട്ടില്ലേ, ഫെഫ്ക എന്നാൽ ഉണ്ണിയല്ല, ഉണ്ണി എന്നാൽ ഫെഫ്ക അല്ല എന്ന്. ആര്യ ആഷികപ്പു. പിന്നെ എവനാണ് സ്ഥലകാല ബോധം ഇല്ലാതെ നടക്കുന്ന ഈ ചെറുക്കനാണ്. അവൻ 2-3 പടങ്ങൾ ചെയ്തു. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോയി അതൊക്കെ 2-3 പടങ്ങളെ ചുരണ്ടി നന്നായിട്ട് മലയാളത്തിൽ ചെയ്തു. അതൊന്നും നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നില്ല. പക്ഷേ ഉണ്ണിയെ പറയാൻ അവനെന്ത് യോഗ്യത ഉണ്ടെന്നേ. 10,000 ട്രേഡ് യൂണിയനിൽ 10,000 തൊഴിലാളികളുള്ളവർക്ക് കൃത്യമായി പ്രതിഫലം വാങ്ങിക്കൊടുക്കുന്ന. ഈ അടുത്ത കാലത്ത് എന്നോട് ആരോ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമുണ്ട്, സുഖമില്ലാതായി ആശുപത്രി പോയാൽ ഞങ്ങളെ നോക്കാനൊരു നാഥനുണ്ട്. ഏറ്റവും എറണാകുളത്തുള്ള ഹൈടെക് ആശുപത്രി ചെന്ന് കിടന്നിട്ട്, ഉണ്ണി സാറേ ഞാനിതാ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് അയാൾ ക്യാഷ് എത്തിക്കുന്നവരാണ്. അങ്ങനെ ഒരു തൊഴിലാളി നേതാവിനെ ഇവന് സഹിക്കുന്നില്ല. ഇവൻ പറയാണ് ഉണ്ണിയല്ല ഫെഫ്ക എന്ന്. ഉണ്ണിയാണ് ഫെഫ്ക എന്ന് ഞാൻ പറയും. കാരണം ഞാൻ എൻ്റെ പേരിൽ കേസ് കൊടുത്ത ആളാണ് ഉണ്ണികൃഷ്ണൻ ഇല്ലേ. എൻ്റെ പേരിൽ കേസ് കൊടുക്കുക എന്ന് മാത്രമല്ല, എക്സ് പാർട്ടി വിധി വാങ്ങാനൊരു കളിയും കളിച്ചു. കാരണം എനിക്ക് കോടതിയിൽ നിന്നുള്ള പേപ്പർ വരാതെ ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ മതിയല്ലോ. എന്തോ 2-3 തവണ പോകാതിരുന്നാൽ എക്സ് പാർട്ടി വിധിയാവും. അങ്ങനെ കളിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ. അല്ലെങ്കിൽ എന്നെ വെട്ടി നിരത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണന് വേണ്ടി ഒരു ഇഷ്യൂ ഞാൻ കൊണ്ടുവരുന്നു. ആ ഇഷ്യൂവിൽ ഒരുത്തൻ മലയാള സിനിമ ഹേമ കമ്മിറ്റിയിൽ അതൊക്കെയാണ് കൊടുക്കാനുള്ളതെന്നേ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഗേറ്റിൽ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിക്കുകയോ നിങ്ങളുടെ പേരിൽ വ്യാജ കത്തുണ്ടാക്കിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അയക്കാതെ ഒരുത്തൻ്റെ കൊടുത്തയച്ചിട്ട് കൊല്ലം, ആലപ്പുഴ, എറണാകുളം കൊണ്ട് ഓരോ പോസ്റ്റ് ഓഫീസിൽ ഓരോ ജില്ലയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് മലയാള സിനിമ മുഴുവൻ മലീവസമാക്കിയ ഒരുത്തൻ ഇപ്പോൾ ഫെഫ്കയുടെ ഇതിലുണ്ട്, ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവിലുണ്ട്. അത് ശരി. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, കാരണം അവനെ അകത്ത് നിർത്തിയില്ല എങ്കിൽ അവൻ എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഉണ്ണികൃഷ്ണന് പേടി തോന്നി. അപ്പോൾ ദിനേശിനെ ഒന്ന് വെട്ടി നിരത്താമെന്ന് ഉണ്ണിക്ക് തോന്നിയോണ്ടാണ് എനിക്ക്. അല്ലാതെ എനിക്ക് ഉണ്ണിയോട് വിരോധമൊന്നുമില്ല. പക്ഷെ ആ ഉണ്ണികൃഷ്ണൻ പോയാൽ പകരം ഫെഫ്ക നയിക്കുന്നത് ആരെന്ന് ഞാനിങ്ങനെ പരലോചിച്ച് നോക്കും വീട്ടിൽ ഇരുന്ന്. അയാളായല്ല ഇങ്ങനെ കുഴപ്പമുണ്ട്, ഇയാളായല്ല ഇങ്ങനെ ആലോചിക്കും. ഒരാളിന് പോലും ഫെഫ്ക കൊണ്ടു നടക്കാൻ കഴിയില്ല. ഒരു ഉണ്ണികൃഷ്ണനെ നടക്കും. ആ ഉണ്ണികൃഷ്ണനെ വെട്ടി നിരത്താനാണ് ആഷിക പറയുന്ന അരാഷ്ട്രീയവാദം കൊണ്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. അതെ, ഏകദേശം ഒരേ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരു 2 പേരാണ്. അല്ല, അവൻ ഒരേ രാഷ്ട്രീയം. ഞാൻ ഉണ്ണികൃഷ്ണൻ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയുമ്പോൾ ഞാൻ ആഷിക കപൂറിനെ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയില്ല. അവൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ 40 ലക്ഷം രൂപ വർക്ക് ചെയ്ത സിനിമയിലെ ടെക്നീഷ്യന്മാർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറഞ്ഞതിന്റെ പേരിലാണ് അവൻ ഈ വിപ്ലവം ഉണ്ടാക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അങ്ങനെ പറ്റിക്കാം ആളുകളെ. തൊഴിൽ ചെയ്ത തൊഴിലാളികളുടെ പൈസ കൊടുക്കാൻ 40 ലക്ഷം രൂപ കൊടുക്കാനുള്ള കൊടുത്തിട്ട് നിന്റെ പടം ബാക്കി എഡിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, എന്നാ ഉണ്ണികൃഷ്ണ കാണിച്ചു തരാം, ഞാൻ ഫെഫ്കെ പൊളക്കും. മറ്റേ വിഗ് വെച്ച് അടക്കണ ചേട്ടനുമായിട്ട് ചേർന്ന് ഒരു ലോക തരികിടയുണ്ടല്ലോ, അയാളുമായിട്ട് ചേർന്ന് ഞാൻ ഇപ്പോൾ ഫെഫ്കെ പൊളക്കുന്നു. ഇവൻ വിചാരിച്ച ഒരു പുല്ലും നടക്കില്ല. ആഷികപ്പൂ മലയാള സിനിമയിലെ ഒരു പുല്ലും അല്ല, ആരുമില്ല. അവൻ്റെ വിചാരം ഈ എറണാകുളത്തുള്ള ഈ കഞ്ചാവ് സിനിമകളെല്ലാം എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കൂ, ഇവിടെ എന്താ പറയുക, പ്രൊഡ്യൂസർമാർ അർഹതപ്പെട്ട പൈസ ടെക്നീഷ്യന്മാർക്ക് നൽകുന്നില്ല എന്ന് വന്നപ്പോൾ മാറ്റ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അങ്ങനെയാണ് മാറ്റ ഫെഡറേഷൻ ഉണ്ടാക്കിയത്. പക്ഷെ കൊണ്ടിരുത്തിയത് ഭസ്മാസുരന് വരം കൊടുക്കും പോലെ ഒരുത്തനാണ്. അയാൾക്ക് ആർക്കൊക്കെ വിരോധമുണ്ടോ ദിലീപിനെ വെട്ടി നിരത്ത്, അവൻ്റെ ഷൂട്ടിംഗ് നടക്കി, ശ്രീനിവാസൻ്റെ സെറ്റിലെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചുവിട്, മമ്മൂട്ടിയുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ കയറിയില്ലെന്ന് പറഞ്ഞ് സിനിമാ ഇൻഡസ്ട്രിയെ മുഴുവൻ മുച്ചൂടും തുലച്ച അവസ്ഥയിലാണല്ലോ ഫെഫ്ക ഉണ്ടാവണേ. എന്നിട്ട് ഇപ്പം ആ മനുഷ്യൻ അടിക്കുന്ന ഡയലോഗുകളും കേൾക്കാൻ. ഇവിടെ മാഫിയുണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ടെന്ന്. മാഫിയ കണ്ടുപിടിച്ചവനാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കില്ല എൻ്റെ പൊന്നു സാബു. മലയാള സിനിമ ഇന്നലെ എങ്ങനെയായിരുന്നു അത് നാളെ അങ്ങനെ തന്നെ പോകും. ഈ നമ്മൾ കൊറോണ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരമായ ഒരു അവസ്ഥയിൽ സിനിമ ഇൻഡസ്ട്രി അക്ഷരാർത്ഥത്തിൽ
ഒരു പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു. കൊറോണ എന്ന് പറയുന്ന രോഗം മാറി വരുമ്പോഴും തിയേറ്ററുകളിലേക്ക് ആള് കയറാത്തൊരു സാഹചര്യം, ഒരു ഭയം മനുഷ്യനുണ്ടായി. കാരണം ഈ അടച്ച AC റൂമിൽ ജീവനല്ലേ ഏറ്റവും വലുത്. അപ്പൊ അവിടെ ഈ കല അല്ലെങ്കിൽ സിനിമയെ ആ ഒരു ഇതിനെ മാറ്റി നിർത്തി. പക്ഷേ അതിനെല്ലാം ആ ഒരു ഭയത്തെ പോലും ചവിട്ടി മാറ്റിക്കൊണ്ട് നല്ല നല്ല സിനിമകൾ വരികയും, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ചെയിനായിട്ട് നല്ല സിനിമകൾ വരികയും, അത് 100 കോടി ക്ലബിലും 50 കോടി ക്ലബിലും ഒക്കെ ഇങ്ങനെ കയറി പ്രൊഡ്യൂസേഴ്സും രക്ഷപ്പെടുന്നു, ടെക്നീഷ്യന്മാർ രക്ഷപ്പെടുന്നു, സിനിമ ഇൻഡസ്ട്രി ആകെ ഒരു പച്ച പിടിച്ച അവസ്ഥയിലേക്ക് കയറി വരുമ്പോഴാണ് അതിനിടയ്ക്ക് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഇത് പുറത്തു വരികയും ഇപ്പോൾ സിനിമയ്ക്ക് പ്രതിസന്ധി ഉണ്ടായോ ഇല്ലയോ എന്നൊരു അവസ്ഥയിൽ അതെങ്ങനെ സിനിമയെ ബാധിക്കും എന്ന് ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, സിനിമയെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയില്ലേ? സിനിമ എന്ന് പറഞ്ഞാൽ, മലയാള സിനിമ എന്ന് പറഞ്ഞാൽ രാവിലെ എഴിച്ച് കുളിച്ച് ചന്ദന കുറിയിട്ട് ബലാത്സംഗത്തിന് ഇറങ്ങാൻ പോകുന്ന ആണുങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലവും എല്ലാ പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളും മാത്രമുള്ള മേഖലയായി മാറുന്നു. എല്ലാ പരിശുദ്ധിയും, മനസ്സിലായില്ലേ? ആരോട് പറയാനെന്നേ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഇപ്പം പോക്സോ കേസ് അല്ലെങ്കിൽ എന്താ സ്ത്രീവിരുദ്ധ നിയമം അനുസരിച്ച് പിടിച്ചകത്തിടും. നിങ്ങൾ എന്താ ഇവിടെ കഥകളുടെ കൂമ്പാരമുണ്ട് എൻ്റെ പൊന്നു സാബു എൻ്റെ കയ്യിൽ. കാരണം ഒന്നുമില്ലെങ്കിലും 10-40 വർഷത്തെ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. 40 വർഷം മുമ്പ് മലയാള സിനിമയിൽ ഒരു നടനായാലും നടിയായാലും എന്തെല്ലാം പോക്കൃതനം കാണിച്ചിട്ടുള്ള അതിൻ്റെ എല്ലാം തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത് തെളിവില്ലാതെ ഒരു കാര്യവും ഒരു സ്റ്റോറിയും പറഞ്ഞിട്ടില്ല. ഇപ്പം പറയുന്ന കേട്ടാൽ ഞാനും സാബുവും അടക്കം ജീവിതത്തിൽ ചില പ്രിൻസിപ്പളിലൂടെ ജീവിക്കൂ എന്ന് തീരുമാനിക്കുന്ന ഞാനും സാബുവും അടക്കമുള്ളവർ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളവർ പോലും പെണ്ണുപിടിയന്മാരും ആഭാസന്മാരുമാണ്. പക്ഷേ കഞ്ചാവും അടിച്ച് വെള്ളവും അടിച്ച് എന്തെല്ലാം പോക്കൃത്തനം കാണിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ, ഇവിടെ രഞ്ജിത്തിനെ ഇത്രയും അറ്റാക്ക് ചെയ്യുന്നു. രഞ്ജിത്തിനെ ഞാനായി ഇരിക്കുന്നില്ല. കാരണം അയാൾ ഈ പത്മരാജനും പോയി ലോഹിദാസും പോയപ്പോൾ MT എഴുതാതെ ആയപ്പോൾ ഇതിൻ്റെ 3ൻ്റെ ഭാരം കൊണ്ട് ഈ ജുബയ്ക്കകത്ത് നടന്ന ആളാണ് അയാൾ. പ്രാഞ്ചിയേട്ടൻ പോലുള്ള മനോഹരമായ സറ്റയർ ചെയ്തിട്ടുണ്ട്, നന്ദനം പോലെ നല്ല രസകരമായ മറ്റേ നീലത്താമര ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നീലത്താമരയിൽ നിന്നാണ് മോഷിച്ച, MT നിന്നാണ് പോട്ട്. പക്ഷേ മറ്റേ പാലേരി മാണിക്യം ചെയ്തിട്ടുണ്ട്, മനോഹരമായ സിനിമകൾ ചെയ്ത ആളല്ലേ. ആ മനുഷ്യന് ചിലപ്പോൾ ചില ദൗർബല്യങ്ങളുണ്ടാവാം. പക്ഷെ ആ മനുഷ്യൻ്റെ ദൗർബല്യം പറഞ്ഞ് അയാളെ വേട്ടയാടുമ്പോൾ അയാൾ ഒരു ചെറുക്കനെ ബാംഗ്ലൂരിലോ എവിടെ ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തിയിട്ട് താജിൽ കൊണ്ടുവന്ന് ന്യൂഡാക്കി നിർത്തി ഫോട്ടോ എടുത്ത് അവൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത ആളാണ് WCCയുടെ നേതാവ്. എന്താ പിണറായി വിജയൻ സഖാവിന് അവരെ പോലീസിനെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യിക്കണമെന്ന് തോന്നാത്തെ? രഞ്ജിത്തിന് 1 വേ ആണോ ഇതൊക്കെ? അയാൾ അയച്ചു കൊടുത്ത ഫോട്ടോ അയക്കുമ്പോൾ മറ്റേ സ്ത്രീ പറയണ്ടേ, ഏയ് എനിക്ക് അയക്കരുത് എന്ന് പറയണ്ടേ? ആ പയ്യൻ പരസ്യമായി പറയുന്നു എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തത് നടി രേവതിക്കാണെന്ന്. എന്തുകൊണ്ടാണ് രേവതിയെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാത്തത്? ഈ 1 വേ പരിപാടി പിണറായി നിർത്തണം. കാരണം പിണറായിക്ക് ഒരു മകനും ഒരു മകളുമാണ്. മകളുടെ വീണ, ഒന്നാമത് അദ്ദേഹം എപ്പോഴും ഈ പ്രതിപക്ഷം പറയുന്നത് വീണയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. മകനെ പറ്റി അദ്ദേഹം പറയാറ് പോലുമില്ല. മകൻ എവിടെയെന്ന് ആക്കുകൊണ്ട് മകൻ്റെ പേര് നമുക്ക് പറഞ്ഞൂടാ. അപ്പോൾ അദ്ദേഹം ഈ മകൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണോ എന്തോ സിനിമയിലും പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അത് ഭയങ്കരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദോഷം ചെയ്യും. എന്നെപ്പോലുള്ള സ്വതന്ത്രമായി ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് വിശ്വസിക്കുന്ന എന്നെപ്പോലുള്ളവനെയൊക്കെ നോവിക്കുന്നതാണ് പിണറായിയുടെ നിലപാടെന്ന് ഞാൻ പറയും. എന്താ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ? തീർച്ചയായിട്ടും. ഒരു കുറ്റം ചെയ്ത് 2 പേരുണ്ടെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ രണ്ടാമത്തോളം പിടിക്കണ്ടേ? രേവതി എന്ന് പറഞ്ഞ നടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് സിനിമ, കാറ്റത്തെ കിളിക്കൂടാണ് എനിക്ക് അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. ആ സ്ത്രീ ഏതോ ഒരു വിവരം കെട്ട പെണ്ണിനെ ഒരു പത്രസമ്മേളനത്തിൽ കൊണ്ടിരുത്തിയിട്ട് മമ്മൂട്ടിയും മോഹൻലാലിനെയും ഫെഫ്കയും ഒക്കെ ചേർന്ന് ഊള എന്ന് വിളിക്കുമ്പോൾ ഇവള് കൈയടിക്കുന്നു. ആര്? രേവതി. അന്ന് എനിക്ക് ആ സ്ത്രീയോട് പുച്ഛം തോന്നിയതാണ്. പിന്നെ ഈ കപട സദാചാരവും കപട കമ്മ്യൂണിസ്റ്റും ഒക്കെ കൊണ്ട് നടക്കുന്നവർക്ക് ഇവിടെ കാലമുള്ളൂ. അതാണ് വർത്തമാനകാല കേരളത്തിൻ്റെ ഒരവസ്ഥ. കപട കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ കമലല്ലേ ഏറ്റവും ബുദ്ധിജീവിയായ കമ്മ്യൂണിസ്റ്റ്? അണ്ടർവെയറിലെ അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇട്ട് നടക്കുന്നത് ഇപ്പോൾ കമലെന്നാണ് പറയുന്നത്. അയാളെ പറ്റി ഞാൻ മുമ്പൊരു ചാനലിലൂടെ പറഞ്ഞു, ഇയാളുടെ സിനിമ പാക്കപ്പ് ആകുമ്പോൾ ജുമാ നമസ്കാരം കഴിഞ്ഞ് വെള്ളിയാഴ്ച പള്ളി വിരിയും പോലെയാണെന്ന്. കാരണം മുസ്ലിങ്ങളല്ലാതെ ഒറ്റെണ്ണത്തിനെ വയ്ക്കില്ല. അയാളാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. മനസ്സിലായി? മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരൻ. KSFDC കൊണ്ടിരുത്തട്ടെ. അടുത്ത ഇലക്ഷനിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇരട്ടത്താപ്പ് പോലെ അല്ല, ഈ കുറ്റം ചെയ്യുന്നവർക്ക് ഈക്വൽ നീതി അല്ലെങ്കിൽ ഈക്വൽ ശിക്ഷ എന്ന് പറയുന്ന ഒരു നിലപാട് ഇവിടെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? പ്രതിപക്ഷ ബഹുമാനമില്ല. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൊണ്ടുവന്ന് എൻ്റെ പേരിൽ ഒരു പരാതി കൊടുത്താൽ എന്നോട് പോലീസ് ചോദിക്കേണ്ട എന്താ സംഭവം? അതിന് പകരം മറ്റേ ജാമ്യമില്ല വകുപ്പിട്ട് കേസെടുക്കാനാണ് പറയുന്നത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കമലിനെതിരെ വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി കൊടുത്ത പരാതി എന്നെ 1 വർഷം ഉപയോഗിച്ച ശേഷം
ചലച്ചിത്ര അക്കാദമിയുടെ ഫ്ലാറ്റും കാറും സർക്കാർ കൊടുത്തതാണല്ലോ. അവിടെ കൊണ്ടിട്ട് 1 വർഷം എന്നെ ദുരുപയോഗം ചെയ്തിട്ട് എന്നെ വിനായകൻ്റെ നായികയാക്കിയില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്ന് 2 വക്കീലന്മാർ ചേർന്നുള്ള പരാതി വട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ ഒരു ചാനലുകാരൻ എന്നെ വിളിച്ച് കേൾക്കുന്നു. ആ പരാതിയിൽ ഒരു വരിയുണ്ട്, ഇയാൾ നല്ല പെണ്ണുപിടുത്തക്കാരനാണ്, ആമി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആമി കണ്ടിട്ട് പല മാറിയപ്പോഴേ എനിക്ക് മനസ്സിലായി അതൊരു ഈ മറ്റേ സമദാനിയെ വെള്ള പൂശാനാണ് എടുക്കണതെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള പടത്തിന് ഞാൻ പോകണ്ടെന്ന് വെച്ചു, കണ്ടിട്ടില്ല. അപ്പം എന്നോടൊരു ചാനൽ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു പരാതിയുണ്ട്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു കമൽ എന്നൊരു പരാതി വട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ, അല്ലാതെ വീട്ടിൽ കിടക്കുകയല്ലല്ലോ, പാർട്ടി ഓഫീസിലല്ല കിടക്കണേ, വട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയാൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ അങ്ങനെ ഒരു അധമനാണെങ്കിൽ, അയാളുടെ സ്റ്റേറ്റ് കാറിൻ്റെ ചുവന്ന ബോർഡ് ഊരി വാങ്ങിക്കുകയും ഫ്ലാറ്റ് ദുരുപയോഗം ചെയ്തെങ്കിൽ അതിൻ്റെ പേര് കേസെടുക്കണം. ഇത് രണ്ടും സർക്കാർ ചെയ്തില്ല എങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും യവൻ ക്യാമറ കൊണ്ടുവച്ചാൽ എടുത്തുകൊണ്ട് പോടാൻ മറ്റവനെ എന്ന് പറയണം. ഇത്രയും പറഞ്ഞുള്ളൂ. അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ആമിയിൽ 10, 15, 16 പിള്ളേർ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ ഏതോ ഒരു കുട്ടിയെ സ്വാധീനിച്ചിട്ട്, കണ്ണൂരുള്ള ഒരു കുട്ടിയെ എന്തോ സ്വാധീനിച്ചിട്ട് ആ കുട്ടിയുടെ അച്ഛനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു, പോക്സോ കേസ് എൻ്റെ പേരിൽ. ഞാൻ പോക്സോ കേസ് പ്രതിയായത് അങ്ങനെയാണ്, അല്ലാതെ ഞാൻ പെണ്ണ് പിടിച്ചിട്ടല്ല. ഞാൻ ആ പെൺകുട്ടിയെ എനിക്കറിയില്ല, ആ കുട്ടിയുടെ പേരറിയില്ല, വയസ്സറിയില്ല, അച്ഛൻ്റെ പേരറിയില്ല, നാടറിയില്ല. അങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടൊന്ന് കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ 2ാം പ്രതി 1ാം പ്രതി I സുനിൽ. ഞാൻ ചെയ്ത തെറ്റിതാണ്. അതായത് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണെങ്കിൽ, വട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന പരാതി പറയുന്നതിന് ശരിയാണെങ്കിൽ അത് അന്വേഷിക്കണം. മാതൃകാപരമായി കമലിനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കമലിനെ അദ്ദേഹം വെറുതെ വിടുകയും, അങ്ങനെ പറഞ്ഞവൻ്റെ പേരിൽ കേസെടുത്ത ആളാണ് മുഖ്യമന്ത്രി. അദ്ദേഹമാണ് വന്നിരുന്ന് പറയുന്ന ഒരു മുൻ സംവിധായകനെ ഞങ്ങൾ കേസെടുത്തിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്യില്ലട്ടെ ഇങ്ങനെ. കേരളത്തിൽ VS വരെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്തരം വങ്കത്തരങ്ങൾ ചെയ്തിട്ടില്ല. ഇത് പോയി ഒരു അപകടത്തിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരോധികളാക്കി മാറ്റും. പിന്നെ എൻ്റെയൊക്കെ ഒരു പ്രശ്നം, നമ്മൾ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച് NSSനെ ബോഡാ പുല്ലേ എന്നൊക്കെ വിളിച്ച് വളർന്നു വന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് പോകാൻ വേറൊരു പാർട്ടിയില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഗതികേട്. കാരണം നമുക്ക് പോകാൻ പറ്റിയ വേറൊരു പാർട്ടിയില്ല. തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞ് ഇപ്പോഴും ഇതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്കെൻ്റെ നേതാക്കന്മാർ കാണിക്കുന്ന, ദിവസവും കാണിക്കുന്ന പോക്കൃത്തനങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പുച്ഛമുണ്ട് അവരോട്. പക്ഷെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, കാരണം വേറൊരു പാർട്ടിയില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു അരവിന്ദ് കെജ്രിവാളിൻ്റെ മറ്റേ ചൂലെടുക്കുന്ന പാർട്ടി കേരളത്തിൽ ചിലപ്പോൾ ഒരു വാതിൽ തുറക്കുമെന്ന് വിചാരിച്ചു. ഒരു പാർട്ടിക്കും വേണ്ടാത്ത കുറേ എണ്ണം പേയാണ് അതിൽ ചേർന്നത്. ഒരു പാർട്ടിക്കും വേണ്ടാത്ത തള്ളില്ലേ. ഇപ്പം RSS നിന്നും BJP നിന്നും തള്ളുന്നവന്മാർ ശിവസേനയിൽ പോകുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് എങ്ങും പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇതിൽ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുലയ്ക്കുകയാണ്. വേറൊരു ബംഗാളാക്കി മാറ്റുമോ എന്നാണ് എൻ്റെ പേടി. ബംഗാളാക്കി മാറ്റാനുള്ള പ്രശ്നം എവിടെയെന്ന് അറിയാമോ? പിണറായിക്കൊന്നും ഒരു പ്രശ്നമില്ലെന്നേ. ഇത് കഴിയുമ്പോൾ അദ്ദേഹം വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ കേരളം വിട്ടുപോയി കളയും ചിലപ്പോൾ. പക്ഷെ നമ്മളെവിടെ പോകും?